ഈ ഒരു പടം കണ്ട് തിയേറ്ററിൽ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ മനസ്സൊരു നെഞ്ചിലൊരു കല്ലെടുത്ത് വലിയൊരു കരങ്കിലെടുത്ത് വെച്ചൊരു ഭാരം. എന്നറിയാത്തൊരു വീർപ്പുമുട്ടൽ. എന്നാൽ ചെറിയൊരു നനത്ത സന്തോഷം. ഇതെല്ലാമായിരിക്കും ഈ ഒരു സിനിമ കണ്ട് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുക. ഞാൻ പറഞ്ഞു തരുന്നത് ബാലൻ ദ ബോയ് എന്ന പുതിയ ചിത്രത്തെ പറ്റിയാണ്. പുതിയുഗ പിറവിയെടുത്തെന്ന ബാലനെ പറ്റിയാണ്. എത്ര വൈകിയാലും അമ്മ വരും. ഇതൊരു വിശ്വാസമാണ്, വെറും ഒരു വാക്കല്ല. അമ്മ മകൻ ബന്ധത്തിൽ അല്ലെങ്കിൽ അമ്മ മക്കൾ ബന്ധത്തിൽ അമ്മ മക്കൾക്ക് നൽകുന്ന ഒരേ ഒരു വാക്ക്. ഇന്നത്തെ കാലത്ത് മക്കളെ കൊല്ലുന്ന അമ്മമാരും അപ്പന്മാരുമുള്ള ഈ ഒരു കാലത്തിൽ വളരെ പ്രസക്തിയേറിയ ഒരു ചിത്രം ബാലന്റെ ബോയ്. ചിത്രത്തിൽ അമ്മയും മകനുമാണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടർ. അമ്മയും മകന്റെയും ഒരു ജീവിത പോരാട്ടം അല്ലെങ്കിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു ഓട്ടം, പല പേരില് പല നാടില് പല കഥകൾ മെനഞ്ഞ് ജീവിക്കാൻ വേണ്ടി പോരാടുന്ന രണ്ട് പോരാളികളുടെ കഥയാണ്. അമ്മയായിട്ട് വന്ന ഫർസാന പാലത്തെങ്കിലും ആ കുഞ്ഞുമോൻ ബാലി, അവനായിരുന്നു ഈ ചിത്രത്തിന്റെ മെയിൻ ക്യാരക്ടർ. ഈ ഒരു പടം മൊത്തത്തിൽ മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഒരു കുട്ടിയാണ്. അമ്മേ പുതിയ കഥ എന്താണ്, പുതിയ പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു വീർപ്പുമുട്ടുണ്ട്. ശരിക്കും നമുക്ക് നമ്മുടെ പേരും ഊരും ഒന്നും അറിയാൻ പാടില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ എന്തായിരിക്കുമല്ലേ ഒരു മാനസികാവസ്ഥ? ഞാൻ ആരാണ്, എന്താണ് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് അവിടെ ഉണ്ടാവുന്നത്. ശരിക്കും അത് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഒരു ത്രില്ലറായിട്ടോ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ടോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഡ്രാമയായിട്ടോ ഒന്നും നമുക്ക് ഒന്നായിട്ട് ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഒരു ചിത്രത്തെ. കാരണം ഇതെല്ലാം കൂടി ഒരു മിക്സ് ചെയ്തൊരു ഒരു 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 കമ്പോസിഷൻ ആണ് ബാലൻ ദ ബോയ് എന്ന്. മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അമ്മയും മോനും ആണെങ്കിൽ പോലും അവരുടെ ആ ഒരു കഥയ്ക്ക് കുറച്ചുകൂടിയും ഒരു ആക്കം കൊടുക്കാൻ വേണ്ടി, ഒരു ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി വന്ന രണ്ട് ക്യാരക്ടറായിരുന്നു ജീൻ പോളിന്റെ പോലീസ് വേഷം, അതേപോലെ തന്നെ നമ്മുടെ ടോവിനോയുടെ അബ്ബ എന്ന ആ ഒരു ക്യാരക്ടറും. ടോവിനോയുടെ റോളൊക്കെ ടോവിനോ നല്ല പക്കയായിട്ടുണ്ട്. ഒരു ക്യാമിയോ റോളാണെങ്കിൽ പോലും അദ്ദേഹം വളരെ നല്ല രീതിയിൽ ആ ഒരു മൂവി ചെയ്തിട്ടുണ്ട്. പിന്നെ ആ മകന്റെ വലിയ അഡൾട്ട് ഇതായിട്ട് ചെയ്യുന്ന പയ്യൻ, ആളുടെ എക്സ്പ്രഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇച്ചിരി ഗുഡ്. പക്ഷെ എനിക്ക് ആ കുഞ്ഞു കുട്ടീനാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അവന്റെ ആ ഒരു നോട്ടം, ആ ഒരു നോട്ടത്തിൽ ആക്ച്വലി എല്ലാം ഉണ്ട്. സന്തോഷമായിട്ട്, സങ്കടമായിട്ട്, നിരാശയായിട്ട്, ദേഷ്യമായിട്ട് എല്ലാം അവന്റെ ആ ഒരു കണ്ണിലൂടെയാണ് അവനത് അതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് അഭിനയിച്ച് വെച്ചിരിക്കുന്നത്. ഈ ഒരു മൂവി നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഉറപ്പായിട്ടും നിങ്ങൾ കരയും. എന്നാൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ചിത്രം കാണണം. ആൻഡ് നിങ്ങളുടെ